ഗൈസ് എല്ലാവർക്കും വിലഞ്ഞിപ്പൂക്കളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. നമ്മൾ കടയിൽ ചെന്ന് നല്ല വില കൊടുത്ത് ഹാൻഡ് വാഷൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ വിലപിടിപ്പുള്ള ഹാൻഡ് വാഷ് ഒട്ടും ക്വാളിറ്റി കുറയാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹാൻഡ് വാഷ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊറിയർ ആയിട്ട് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അതിൻ്റെ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ ഓർഡർ ചെയ്താൽ മതി. നമുക്ക് കൊറിയർ ചാർജ് കൂടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല ക്വാളിറ്റിയുള്ള ആ ഒരു കിറ്റ് നമുക്ക് വീട്ടിലേക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ, അപ്പോൾ നമ്മുടെ ഈ കിറ്റിൽ ഓരോ സാധനങ്ങളും നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് 1-ാം നമ്പർ സാധനമാണ്. അപ്പോൾ ഈ 1-ാം നമ്പർ സാധനം എന്ന് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നല്ല തരിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 1/2 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഒരു ജെല്ലാണ്, SIES എന്ന് പറയുന്ന ഒരു ജെല്ലാണ് നമ്മൾ ഹാൻഡ് വാഷിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ ഹാൻഡ് വാഷ് ഇങ്ങനെ വീത്തുമ്പം നല്ല കൊഴുത്തൊരു സാധനം വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജെല്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 2-ാം നമ്പർ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഈ 3-ാം നമ്പർ എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊക്കോ അമൈഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണിത്. അപ്പോൾ ഇതാണ് 3-ാം നമ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 4-ാം നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മുടെ ഉപ്പാണ്. അപ്പോൾ 4-മതായിട്ട് നമ്മൾ ഇത് ഒരു 4.5 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ എടുക്കേണ്ടതാണ് ഈ ഒരു സോഡിയം ക്ലോറൈഡ്. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു കളർ കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പച്ച കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റിലെ ഒരു 1/2 ലിറ്ററുള്ള വെള്ളം എടുക്കുക. ഒരു ബക്കറ്റിൽ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ വെള്ളത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ നമുക്കിത് വെള്ളത്തിലോട്ട് ഒഴിക്കാമേ. അപ്പോൾ നമ്മളിത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പം നമ്മൾ ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ വളരെ നന്നായിരിക്കും. അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ ദൂരെ അകറ്റി നിർത്തുക. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊരു PVC പൈപ്പ് എടുത്തിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഒരു വശത്ത് തന്നെ ഇളക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കി നന്നായിട്ട് ഇത് യോജിപ്പിക്കുക. അപ്പോൾ കുറച്ച് പാടാണ്, ഇച്ചിരി നേരം ഒന്ന് ഇരുന്നാലേ നമുക്കത് ഇളക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇളക്കുക. കുറച്ച് ശക്തിയായിട്ട് ഇളക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി പെട്ടെന്ന് ആകും. അപ്പം നമ്മളിത് സോഡിയം ലോറൽ സൾഫേറ്റ് ആണ് കേട്ടോ. നമ്മുടെ സോഡിയം ലോറൽ സൾഫേറ്റ് ആണിത്. അപ്പോൾ ഈ സൾഫേറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ 3.5 ലിറ്റർ വെള്ളത്തിലേക്ക് വീത്തിയിട്ട് അതിനെ നമ്മൾ നേർപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബക്കറ്റിൽ 3.5 ലിറ്റർ വെള്ളം എടുക്കാം. നമ്മൾ 3.5 ലിറ്റർ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ബക്കറ്റിൽ നമ്മൾ 3.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ സോഡിയം ലോറൽ സൾഫേറ്റ് നമ്മൾ ഇളക്കിയത് 1/2 ലിറ്റർ വെള്ളത്തിലൂടെ ഇതിലോട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഈ 3.5 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. ഇത് നേർപ്പിച്ചെടുക്കണം. ഈ 3.5 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 2-ാം നമ്പർ നമ്മൾ ആ ഒരു ജെല്ല് നമ്മൾ എടുത്ത് ഇതിലോട്ട് ഒഴിച്ച് അതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ആ ഒരു ജെല്ല് ഒഴിച്ചു കൊടുക്കാം. SLES എന്ന് പറയുന്നൊരു ജെല്ലാണിത്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് അതിലേക്ക് ഇളക്കി കൊടുക്കണം. കുറേശ്ശെ ഇളക്കി നമുക്കിത്
ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്കിത് ഒഴിക്കുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ലുള്ള ഒരു സാധനമാണ് കേട്ടോ. നല്ല ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര ഇഫക്റ്റുള്ളൊരു സ്മെല്ലാണ്. നല്ല കെമിക്കലാണിത്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികളെയൊന്നും ഇതിൻ്റെ അടുത്തോട്ട് അടുപ്പിക്കുകയേ ചെയ്യരുത്. അപ്പോൾ 15 വയസ്സിന് മുകളിലായവർ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കൊക്കോ അമൈഡ് കൂടെ ചേർത്ത് ഇളക്കാം. ഇതാണ് നമ്മൾ മൂന്നാമതായിട്ട് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ 3-ാം നമ്പർ കൊക്കോ അമൈഡ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് കൊക്കോ അമൈഡ്. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇളക്കിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 4-ാം നമ്പർ സാധനം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അതായത് നമ്മുടെ ഉപ്പാണ്. ഈ ഉപ്പ് നമ്മൾ ഒരു 4.5 ലിറ്റർ വെള്ളത്തിലേക്ക് അലിയിച്ച് ചേർക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഒരു ബക്കറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് 4.5 ലിറ്റർ വെള്ളം എടുക്കാം. എന്നിട്ട് നമുക്കിത് അലിയിച്ചതിന് ശേഷം ഇതിലേക്ക് വീത്താം. നമ്മൾ ഇവിടെ 4.5 ലിറ്ററിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മളെ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മളിതിനെ യോജിപ്പിക്കണം. ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഉപ്പ് അലിഞ്ഞ് ചേരുന്നത് വരെ നല്ലതുപോലെ ഇളക്കുക. ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ യോജിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ട് ഇതിലോട്ട് വീട്ടി കൊടുക്കാം. നമ്മളിതിലേക്ക് വീട്ടി കൊടുക്കും. ഇതെല്ലാം കൂടി നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക. ഇത് നമ്മൾ ജെല്ലാവുന്നത് വരെ ഇളക്കണം കേട്ടോ. ഇനി ഇതിലാണ് നമുക്ക് ആ ഒരു ജെല്ലിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇവിടെയാണ് വരേണ്ടത്. അപ്പം നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ കറക്റ്റ് ഒരു തിക്കായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വീത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് പരുവമായിട്ട് നമുക്ക് കിട്ടിയെന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പെർഫ്യൂം ചേർത്ത് കൊടുക്കാം. മണത്തിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് ഇനി അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്കുള്ള ഈ ഒരു പെർഫ്യൂം വീത്തി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഇതാ നല്ല തിക്കായിട്ടുണ്ട് കണ്ടോ. ഇത് നല്ല കട്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കളർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളർ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡിയായി. 10 ലിറ്ററിൻ്റെ ഹാൻഡ് വാഷാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്. എല്ലാവർക്കും
ഇനി നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കേ വേണ്ട. എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികളെ കൂടുതലായിട്ട് കെമിക്കൽസിൻ്റെ അടുത്തൊന്നും നമ്മൾ അടുപ്പിക്കാൻ നോക്കരുത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഹാൻഡ് വാഷിന് ആവശ്യമായിട്ടുള്ള കളർ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതിലേക്കുള്ള നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. നമ്മൾ കളറ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കളറ് നമ്മൾ നല്ല എന്ത് രസമാണെന്നോ ആ കളറ്. ഇതേ നമ്മൾ നല്ല ഐസ്ക്രീമിൽ ചേർത്തിരിക്കുന്നത് പോലുള്ള കളർ. നന്നായിട്ട് ഐസ്ക്രീമിൽ കളർ ചേർത്താൽ എങ്ങനെയാണ് അതുപോലെയാണ് നമ്മളെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് രസമാണെന്നോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കളറ് നമുക്ക് ഇതിനെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഗ്രീൻ കളറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ക്രീമിലൊക്കെ നമ്മൾ കളർ ചേർത്തത് പോലെ ഇതാണ് നമുക്ക് നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗൈസ്, അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടോ, നല്ല ഗ്രീൻ കളറിൽ നല്ല പതയൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തപ്പോൾ ഇവിടം വരെ നിറച്ച് പതയോടുകൂടി നമുക്കൊരു ഇതുവരെ ഒരു 3/4 ബക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ബക്കറ്റിൽ നിറച്ച് 3/4 ഭാഗത്തോളം അത് പതയായിരുന്നു. പക്ഷേ ആ പതയൊക്കെ ഇരുന്ന് വറ്റി. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോൾ ആ പതയൊക്കെ വറ്റി നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തുടക്കക്കാർ വിചാരിക്കും നമ്മൾ പിന്നെ ചില വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഈ പതയുള്ള ഉണ്ടാകുന്നതൊന്നും കാണിക്കാറില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളും അങ്ങനെയാണ് വിചാരിച്ചത്, നമ്മൾ ഉണ്ടാക്കിയത് ശരിയായില്ല, ഇതിൽ നല്ല പതയൊക്കെ ആണല്ലോ, എന്തോ ഒരു പാകപ്പിഴ വന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് നന്നായിട്ട് ആ ഇളക്കെല്ലാം നന്നായിട്ട് എത്തി ആ ഒരു പതയൊക്കെ മാറിക്കഴിയുമ്പം നല്ല സെറ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല സൂപ്പർ സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു നല്ല പതയും ഒക്കെയുള്ള. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ നമ്മുടെ ഹാൻഡ് വാഷ് നിറയ്ക്കാം, കുപ്പികളിലാക്കാൻ പോവുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഹാൻഡ് വാഷ്. ഇത് നമ്മൾ കുപ്പിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഇത് നമ്മുടെ 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പോൾ കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള കറക്റ്റ് ഹാൻഡ് വാഷാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ അതുപോലെ ഈ കെമിക്കൽസ് വാങ്ങാനുള്ള കടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണമെന്നുള്ളവരെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് 10 ലിറ്റർ ഹാൻഡ് വാഷ് വീട്ടിൽ തയ്യാറാക്കാം. 10 ലിറ്റർ ഹാൻഡ് വാഷ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം ഗൈസ്? അപ്പോൾ നമ്മൾ നിറച്ചിട്ട് നമുക്കിത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ 10 ലിറ്ററിൻ്റെ ഹാൻഡ് വാഷാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ 10 കുപ്പികളിലായിട്ട് ഈ 10 ലിറ്റർ ഹാൻഡ് വാഷ് ഇവിടെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് വാഷ്. കളർ കണ്ടോ, എന്ത് രസമാണല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത് ഉടൻ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.
ബൈ.